പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ എത്തിയിരിക്കുകയാണ്. പൂഞ്ഞാറിൽ വന്നാൽ ആരെ കാണും എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് യാതൊരു ആകാംക്ഷയുടെയും കാര്യമില്ല. പൂഞ്ഞാർ എന്ന പേരിനൊപ്പം പര്യായമായി തന്നെ നമുക്ക് പറയാവുന്ന ഒരു പേരാണ് PC ജോർജ്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന എതിരാളി സിറ്റിംഗ് MLA ആണോ അതോ കോൺഗ്രസ് ആണോ? ലുക്ക് സുഹൃത്തുക്കളെ, ആത്മപ്രശംസ ആത്മഹത്യയേക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം. എന്നാലും ചില സത്യങ്ങൾ വിളിച്ച് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. രണ്ടും എതിരാളികളല്ല, ഞാൻ എനിക്കെതിരില്ല. ഇവിടെ തുടങ്ങിയോടാ നിന്റെ വീമ്പ് പറച്ചില്. രമേശ്, ഞാൻ ചുമ്മാ എതിരില്ലാണ്ട് ജയിക്കാൻ പറ്റില്ല. എതിരില്ല. അവിടെ അവര് എതിരെ എവിടെന്നറിയോ? 2ാം സ്ഥാനത്തിന് വേണ്ടി അവര് തമ്മിൽ മത്സരമാണ്. LDF ആണോ UDF ആണോ 2ാം സ്ഥാനത്ത്? ആ തർക്കം ഇപ്പൊ നടക്കുന്നേ. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ഒറ്റയ്ക്ക് നിന്ന് 2016 ജയിച്ചു. ഊരാറ്റുപേട്ടയിലെ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ അത് കിട്ടിയില്ല, തോറ്റുപോയി. വീട്ടിൽ വിലയില്ലെങ്കിലും നാട്ടിൽ പുല്ല് വിലയാ. ഞാൻ മുസ്ലിം വിരോധിയാണെന്നാ പറഞ്ഞത്. എന്തർത്ഥമുണ്ട്? കഴിഞ്ഞത് കോമഡി എഴുതണം, മറ്റൊന്നും വേണ്ട. നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ മാത്രം കുറിച്ചിട്ടാ മതി, അത് തന്നെ ധാരാളം ഉണ്ടല്ലോ. ആ കാര്യത്തിലൊരു ഇടയ്ക്ക് കേട്ടു ഒരു ഖേദപ്രകടനം നടത്തുന്നു. ഞാൻ അവരെ എനിക്ക് വോട്ട് ചെയ്യാത്ത ഞാൻ അവരോട് ഖേദം പറയണം. വേലി ചാടിയ പശു കോലോണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്, നീ ഓർമ്മയില് വെച്ചോ. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു 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 വൃത്തികെട്ട ഭരണാധികാരി, ഒരു വൃത്തികെട്ട ഭരണാധികാരി. ഇവരെല്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എത്ര കേസാ എന്റെ അവര് എടുത്തത്? കയ്യിലിരിപ്പതായിരുന്നല്ലോ. 3-4 കേസ് എന്തായാലും എടുത്തു. 4 കോപ്പ് 13 കേസിൽ പ്രതിയാണ് ഞാൻ. 13 ആണോ? ഭയങ്കര ബലാത്സംഗ കേസിൽ പ്രതിയല്ലേ? അതേതായാലും നന്നായി. അതും നന്നായില്ലേ? അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ അങ്ങനെ വർത്താനം സൗകര്യം അങ്ങനെ പറയുന്നുണ്ടോ? എനിക്കതിന് സൗകര്യമില്ല. ഇറങ്ങി സഖാവിന്റെ കയ്യിൽ വെച്ചാലത് ഈ സമയത്തല്ലേ നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റും. എന്റെ വായിലേക്ക് കേൾക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ എന്തിനെപ്പോ ചോദിക്കാൻ പോകും? സത്യം ധർമ്മം അത് വിട്ടു ഒരു ഇടപാടും ഞാനില്ല. ഞാൻ എന്റെ മനസാക്ഷി വിരുദ്ധമായിട്ടും ചെയ്യല. കേൾക്കാൻ നല്ല രസമുണ്ട്. ആയതാണോ ശരി, ആ ശരിയോടൊപ്പം ഞാൻ നിൽക്കും. ഒരിക്കലും തെറ്റിയോടൊപ്പം നിൽക്കുന്ന പ്രശ്നമില്ല. നിനക്കറിയാവുന്ന പണി മറ്റുള്ളവരെ പറ്റിക്കലും മൂക്കുമുട്ട തിന്നുപിടിക്കലും അല്ലേ? ആണോ? എന്താ മൊത്തത്തിലുള്ളൊരു അന്തരീക്ഷം? കേരള കോൺഗ്രസോളൊക്കെ ഇനി പച്ച പിടിക്കുവോ? അനിയാ, ഇപ്പൊ എഴുതി കിട്ടോ പോക്കറ്റിലോട്ട് ഒരു കടലാസയില്? ഒരു മിനിറ്റ്, ഞാനൊന്ന് എഴുതിക്കോട്ടെ. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരള കോൺഗ്രസ് എന്ന സാധനം തീർന്നു. നീയാണല്ലോ കോടതി. ഓടാമയില് ഈ പാലായിലൊക്കെ എന്റെ മകൻ ജയിക്കും. പൂഞ്ഞാറ്റിൽ ഞാനും ജയിക്കും. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല. കേരള നിയമസഭയുടെ ഒരു പുതിയ ചരിത്രം വരും. അപ്പനും മകനും ഒരേ സഭയിൽ, അത് ഞാനും ഷോൺ ജോർജും ആയിരിക്കും. ഇങ്ങനെ സങ്കല്പിച്ച സുഖിച്ചിരുന്നോടാ. എഴുതി കിട്ടോ? എത്രയായിരിക്കും? നോക്കിയിരുന്നോ? അതാണ് തെക്ക്. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്, മനസ്സിലായോ? ഭൂരിപക്ഷം എന്തോ 20,000 മുകളിലായിരിക്കും. അതിച്ചിരി കൂടുതലല്ലേ? അപ്പൊ എന്തായാലും PC ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.